500 രൂപ കൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? ഇതെവിടെ നിന്നാണ് മെറ്റീരിയൽസ് വാങ്ങുന്നത്? അതുപോലെ ഒരുപാട് പേര് ഓർഡർ എടുത്തിട്ട് പിന്നെ അതിൻ്റെ പേയ്മെൻറ്റ് ഇടാൻ പറയണ നേരത്ത് പിന്നെ അവരുടെ മെസ്സേജിനൊന്നും റിപ്ലൈ ഇല്ല. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? ഇപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വീണ്ടും സ്ക്രഞ്ചീസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അതിൻ്റെ പാക്കിങ്ങും പിന്നെ ഒരുപാട് കസ്റ്റമർക്ക് ഈ ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ട് ഒരുപാട് ഡൗട്ടുകൾ കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ ഒരുപാട് പേര് വീഡിയോ കണ്ടിട്ട് നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് വിടുന്നുണ്ട്. മെസ്സേജ് വിട്ടിട്ട് ചോദിക്കണ കാര്യം മെറ്റീരിയൽസ് എവിടെ നിന്നാണ് എടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മെറ്റീരിയൽസ് എടുക്കുന്നത് പുറത്ത് ഡൽഹിയിൽ നിന്നാണ് എടുക്കുന്നത്. അവിടുന്ന് 1 മീറ്റർ 2 മീറ്റർ ഒന്നും നമുക്ക് കിട്ടൂല. അവിടുന്ന് നമ്മൾ 500 മീറ്റർ 500 കിലോന് 1000 കിലോ 1000 മീറ്റർ അങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിലാണ് നമുക്ക് റേറ്റ് കുറവിൽ നമുക്ക് പുറത്തുനിന്ന് കിട്ടുള്ളൂ. അല്ലാണ്ട് നമുക്ക് 1 മീറ്റർ 2 മീറ്റർ 10 മീറ്ററിൽ കുറവൊക്കെ എടുക്കുകയാണ് 10 മീറ്റർ കൂടുതൽ എടുക്കുകയാണെങ്കിലും നമ്മൾ വിചാരിച്ച ഒരു റേറ്റിന് നമുക്ക് അവിടുന്ന് കിട്ടില്ല. ബൾക്കായിട്ട് നമ്മൾ എത്ര ക്വാണ്ടിറ്റി എടുക്കണോ അതിനനുസരിച്ചിട്ടാണ് അവിടെ റേറ്റിലും മാറ്റം വരുള്ളൂ. പിന്നെ കുറേ പേര് ചോദിക്കുന്നത് ഇതിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ സെയിൽ ചെയ്യണുണ്ടോ? അപ്പോൾ അത് മീറ്റർ റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പിൽ വിട്ടു കൊടുക്കാറുണ്ട്. പിന്നെ ചില കസ്റ്റമർ ചെയ്യണതാണ് വാട്സപ്പിൽ റേറ്റ് കാര്യങ്ങൾ ഗൂഗിൾ പേ നമ്പർ അടക്കം നമ്മൾ വിട്ടു കൊടുത്തിട്ട് പിന്നെ അതിനെ പറ്റിയിട്ടൊരു വിവരം ഉണ്ടാവില്ല. അപ്പോൾ ഉള്ള ടൈം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് അവർ ചോദിക്കണതിനൊക്കെ മറുപടി കൊടുത്ത് മൊത്തം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ബില്ല് ഇട്ട് കൊടുത്ത് ഗൂഗിൾ പേ നമ്പർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ഒരു പോക്കാം. പിന്നെ ആ ആൾക്കാർ തന്നെ വീണ്ടും പിന്നീട് വരും ഓരോ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട്. അപ്പോഴും നമ്മൾ ഗൂഗിൾ പേ നമ്പർ ഇട്ട് കൊടുക്കും, പേയ്മെൻറ്റ് അടക്കാൻ പറയും. പിന്നെ അവരൊരു വിവരം ഉണ്ടാവും. അപ്പം അങ്ങനെ വേണം വാങ്ങണം, അത് കയ്യിൽ കാശുണ്ട് അങ്ങനെയുള്ളവർ മാത്രം വന്നിട്ട് നമ്മളോട് കാര്യങ്ങൾ ചോദിച്ചാൽ മതി. അപ്പം അതിനനുസരിച്ചിട്ട് നമ്മൾ ഗൂഗിൾ പേ നമ്പറും തരും, നിങ്ങളുടെ ടോട്ടൽ ബില്ല് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് ഇട്ടുതരും. അല്ലാണ്ട് വെറുതെ നേരം പോക്കിന് വേണ്ടിയിട്ട് ചോദിച്ചറിയുക, അതിനനുസരിച്ചിട്ട് ബില്ല് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പരിസരത്തേക്ക് നിങ്ങൾ വരില്ല. അപ്പം അതുകൊണ്ടാണുള്ള എൻ്റെ ടൈമും വേസ്റ്റ് ആവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്. പിന്നെ കുറേ പേര് വെറും 500 രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. പറ്റും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ്, പറ്റും. ഞാൻ വെറും 500 രൂപ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തത് തന്നെയാണ് ഞാനും. 500 രൂപ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കും ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ആളുകൾക്ക് ഡൗട്ടാണ് എങ്ങനെ തുടങ്ങും, അതിന് എന്തെല്ലാം നമ്മൾ ചെയ്യണം, അതുപോലെ തന്നെ നമ്മൾ എന്തെല്ലാം ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകൾ നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കണം. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് പറയണത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അല്ലാണ്ട് നമ്മൾ വീഡിയോസ് ഇട്ട് അത് ഫുള്ളായിട്ട് കാണാണ്ട് നമ്മുടെ വാട്സപ്പ് നമ്പർ എടുത്തിട്ട് മെസ്സേജ് വിട്ടിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യേണ്ട അതിൽ നിന്ന് ലാഭം എനിക്ക് കിട്ടുന്നുണ്ട് ആ ഒരു വിവരം നിങ്ങളോടും കൂടെ പറയുകയാണ്. അല്ലാണ്ട് ഇപ്പം നമ്മുടെ കയ്യിൽ നിങ്ങൾക്ക് ജോലി തരാനെന്ന് വിചാരിച്ചിട്ട് ഇപ്പം നമ്മുടെ കയ്യിലൊന്നുമില്ല. നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഷോപ്പുകളിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പം അതുപോലെ എനിക്ക് പറ്റുമെങ്കിൽ അത് നിങ്ങൾക്കും പറ്റൂലേ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഐഡിയയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സാധനങ്ങൾ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ മെറ്റീരിയൽസ് ആയിട്ടും ഉണ്ടാക്കിയതാണ് വേണ്ടത് വെച്ചെങ്കിൽ അങ്ങനെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ബൾക്കായിട്ടൊക്കെ എടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായി റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ആദ്യം തന്നെ നമ്മളൊരു ലക്ഷ്യം വെക്കുക. അതായത് 500 രൂപ കയ്യിലുണ്ട് എന്ന് കരുതി അത് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇന്ന് തന്നെ നമുക്ക് ഒരുപാട് ലാഭമൊന്നും കിട്ടില്ല. ചിലപ്പോൾ 1-2 സ്ക്രഞ്ചീസൊക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോവും എന്ന് വിചാരിച്ചിട്ട് അതിലും തളർന്നിരിക്കരുത്. തുടക്കത്തിൽ തന്നെ 1-2 സ്ക്രഞ്ചീസൊക്കെ വിറ്റ് പോയാൽ മതി. കാരണം തുടക്കം തന്നെ ഒരുപാട് ലാഭമൊന്നും പ്രതീക്ഷിച്ചിട്ട് ഇതിന് നിൽക്കരുത്. തുടക്കത്തിൽ ചിലപ്പോൾ 1-2 സ്ക്രഞ്ചീസൊക്കെ തന്നെ വിറ്റ് പോവുള്ളൂ. പിന്നെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഒരുപാട് സ്റ്റോക്ക് വാങ്ങി ഒരുപാട് സ്റ്റോക്ക് ഉണ്ടാക്കിയിട്ട് കൂട്ടി വെക്കരുത്. ആദ്യം നമ്മൾ കുറച്ച് തുണി വാങ്ങുക, എന്നിട്ട് കുറച്ച് സ്ക്രഞ്ചീസ് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ അതിൻ്റെ മിച്ചം വരുന്ന തുണി കൊണ്ട് നമ്മൾ ബോ ഉണ്ടാക്കി കൊടുക്കുക.
എന്നിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ കാര്യങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുക, നമ്മൾ സ്റ്റാറ്റസ് വെക്കുക, ഇൻസ്റ്റയിലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുക. 1-2 ദിവസമൊന്നും പോസ്റ്റ് ചെയ്തിട്ടൊന്നും നമുക്ക് ഓർഡർ കിട്ടില്ല. നമ്മൾ നിരന്തരം ഇത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ശ്രമിച്ചാൽ തന്നെ നമുക്ക് എന്തായാലും വിജയം കിട്ടുള്ളൂ. അല്ലാണ്ട് ഒരു ദിവസം നമ്മളൊരു വീഡിയോസ് ഇട്ടില്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ട് അതുകൊണ്ടൊന്നും നമുക്ക് ഓർഡർ കിട്ടില്ല. മറ്റുള്ളവരെ ചാനൽ കണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീഡിയോസ് കണ്ട് മറ്റുള്ളവർക്ക് ഓർഡർ കിട്ടുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ നോക്കി ഇരുന്നിട്ടും കാര്യമില്ല. നമ്മൾ ശ്രമിക്കണം. നമ്മൾ ശ്രമിച്ചാൽ തന്നെയാണ് നമുക്ക് ഓർഡർ കിട്ടുള്ളൂ. അല്ലാണ്ട് മറ്റുള്ളവരെ നോക്കി ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ ഓരോ ട്രെൻഡിനനുസരിച്ചിട്ട് നമ്മൾ മാറുക. അതായത് ഓണമാകുമ്പോൾ ഓണത്തിൻ്റെ ആ ഒരു സംഭവങ്ങൾ, ആഗസ്റ്റ് 15 വരുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കസ്റ്റമർക്ക് ഏതാണോ കളറുകൾ ഇഷ്ടമെങ്കിൽ അത് നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ട്രെൻഡിനനുസരിച്ചിട്ട് നമ്മൾ ഓരോ മോഡൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ നോക്കുക. അതായത് ഇപ്പോൾ യൂട്യൂബൊക്കെ തുറന്നാൽ പലയിടത്തുനിന്നും കിട്ടും. അപ്പോൾ അവരത് അതേപോലെ നമ്മൾ എടുത്തിട്ടിടാണ്ട് നമ്മുടേതായ കഴിവുകൾ നമ്മൾ ചെയ്ത് നമ്മൾ നോക്കി നമ്മൾ വോയിസ് കൊടുത്ത് നമ്മൾ വീഡിയോ എടുത്തിട്ടൊക്കെ നമ്മൾ ചെയ്തിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നന്നായി നല്ല രീതിയിൽ തന്നെ പോകും. മറ്റുള്ളവരെ വീഡിയോസ് കണ്ട് അവർക്ക് ഓർഡർ കിട്ടുന്നുണ്ട്, അതുപോലെ എന്ത് എനിക്ക് കിട്ടാത്തതെന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ കടകൾ പിടിച്ച്, അപ്പോൾ ആ 2-3 കടകൾക്ക് നമ്മൾ കയറി ഇറങ്ങിയിട്ട് തന്നെയാണ് നമുക്ക് കടകൾ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പം അതുപോലെ നമ്മൾ ശ്രമിക്കണം. ശ്രമിച്ചാലാണ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഫോട്ടോസ് എടുത്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന നേരത്തെ നല്ല ക്ലിയറിൽ നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ അതിന് നല്ല ഫോണില്ല അങ്ങനെയൊന്നും ചിന്തിക്കണം. ഉള്ള ഫോണിൽ ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് എടുക്കുന്നത് നല്ല രീതിയിൽ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇതുപോലൊക്കെയാണ് നമ്മൾ സക്സസ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വീഡിയോസ് കണ്ടിട്ട് പലരും നമുക്ക് മെസ്സേജ് വിടാറുണ്ട്. പിന്നെ അവർ ഓരോ റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കും. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് റിസ്ക് എടുത്തിട്ട് നമ്മൾ ഇതുമ്പോൾ ഇരിക്കുമ്പോഴാണോ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയുള്ളൂ. നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇത്ര, നമ്മളൊരു റേറ്റ് ഇട്ട് കഴിഞ്ഞാൽ പലർക്കും അതൊരു വലിയ റേറ്റായിട്ട് തോന്നും. കാരണം നിങ്ങളത് ചെയ്ത് നിങ്ങളതൊരു റേറ്റ് ഇടുമ്പോഴാണ് നമുക്കതിൻ്റെ റേറ്റ് കാര്യങ്ങൾ, അപ്പോഴാണ് നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. അല്ലാണ്ട് പല ആളുകളും ഉണ്ട് റേറ്റ് ചോദിക്കുമ്പോൾ ഇതിന് ഇത്ര ഉണ്ടോ അതിന് ഇത്ര ഉണ്ടോ എന്ന് ചോദിക്കും. കാരണം ആ ഒരു പണിയുടെ മുകളിൽ അത്രയും നമ്മൾ എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ആ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ കഷ്ടപ്പെട്ടാലാണ് നമ്മൾ എവിടെയെങ്കിലും എത്തുള്ളൂ. വെറുതെ ഇരുന്നിട്ട് നമ്മൾ അതും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയണം തോന്നി. കാരണം നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് സ്ക്രഞ്ചീസ് തയ്ക്കാൻ താല്പര്യമുണ്ട്, അതെവിടെ കൊടുക്കുക എന്ന് അറിയില്ല. അപ്പം അങ്ങനെ നിരന്തരം നമുക്ക് മെസ്സേജ് വിടുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, കുറഞ്ഞൊരു എമൗണ്ടിന് പൈസ അതായത് കുറഞ്ഞൊരു എമൗണ്ടിന് സാധനം വാങ്ങിച്ചിട്ട് അത് വെച്ചിട്ട് നിങ്ങൾ തുടങ്ങി നോക്ക്, സക്സസ് ആവും. ഫസ്റ്റ് തന്നെ ഓർഡർ കിട്ടില്ല എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കരുത്. നമ്മൾ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. പലരും കമൻറ്റ് ബോക്സിലൊക്കെ പറയുന്നുണ്ട് ഓർഡർ ഇല്ല, വാങ്ങാൻ ആളില്ല എന്നുള്ളത്. അതൊക്കെ ശരിയാവും. നിങ്ങൾ ചെറിയൊരു എമൗണ്ടിന് വാങ്ങിയിട്ട് സക്സസ് ആയിട്ട് നോക്കുക. അതായത് ചെയ്ത് നോക്കുക, എന്തായാലും വിജയിക്കും. നമ്മളെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് എടുത്തിട്ട് നല്ല രീതിയിൽ സെയിൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ തുടക്കത്തിൽ ഇങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ അവർ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതാണ് ഞാൻ നിങ്ങളോടും പറയണത്. ഈ മെസ്സേജ് വിടാൻ വേണ്ടി നമ്പർ എടുത്തിട്ട് മെസ്സേജ് വിട്ടിട്ട് എനിക്ക് സ്ക്രഞ്ചീസ് ചെയ്യാൻ താല്പര്യമുണ്ട്, എന്താ വേണ്ടതെന്ന് നിങ്ങൾ ചോദിക്കണേക്കാൾ നല്ലത് ആ ഒരു വീഡിയോസ് ഫുള്ള് കാണുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലായി എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് മെസ്സേജ് വിടുക. മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇനി അഥവാ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളാണ് വേണ്ടത് വെച്ചെങ്കിൽ അതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതിനാണ് പറയണത്, വീഡിയോ ഫുള്ള് കണ്ടിട്ട് എന്താണ് അതിൽ പറയണത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വാങ്ങാൻ വേണ്ടി നോക്കുക. തുടക്കത്തിൽ തന്നെ നമ്പർ എടുത്തിട്ട് നിങ്ങളിത് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇതേപോലെ ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും സക്സസ് ആവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചില ആളുകൾ നമ്മുടെ ചാനലിൽ നിന്ന് നമ്പർ എടുക്കും,
എന്നിട്ട് നമ്മൾ വീഡിയോ ഫുള്ള് കാണുമെന്ന് പറയുമ്പോൾ ഒരു ചാനലിൻ്റെ പേരെന്താ, ആ ലിങ്ക് എനിക്ക് വിട്ടുതരുമെന്ന്. അത്രക്ക് പോലും ചില ആളുകൾ അത് സബ്സ്ക്രൈബ് ചെയ്യൂല. പിന്നീട് നമുക്കത് ഉപകാരപ്പെടും എന്ന് വിചാരിച്ചിട്ട് അതാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പോണത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സക്സസ് ആവുമ്പോട്ട് പോവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.